ഇവനോട് പോയി ഇതൊക്കെ പറയാൻ വേണ്ടി പാതിരാത്രി കയറി വരണോ? മച്ചിന്റെ മേലിരുന്ന് ഒളിച്ചു നോക്കാൻ ലജ്ജയില്ലേ? അതേടാ ഞാൻ തന്നെ. ഞാൻ കൊല്ലൂടാ. ഇവരുണ്ടല്ലോ ഈ ഊളെ, ഇനി ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പാടില്ല. ഇവൻ എന്റെ പെണ്ണിന്റെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. അത് ഇവനെ നോക്കിയതാ മത്താച്ചേട്ടാ. എന്നെ നോക്കണത് അവളുടെ മുറിയിലാണോ? എന്നെ കാണണമെങ്കിൽ കക്കൂസി വന്ന് നോക്കണമായിരുന്നു. അപ്പൊ നീ കക്കൂസിലാണ് കിടന്നുറങ്ങിയത്? കിടന്നുറങ്ങിയതല്ല മത്താച്ചേട്ടാ, ഞാൻ കക്കൂസി പോകുന്ന തക്കം നോക്കി ഇവൻ അവളുടെ മുറിയിൽ ഒളിഞ്ഞു നോക്കി. നോക്കി സത്യമാ? അതിനകത്ത് ആരാന്നറിയാൻ നോക്കിയതാ. ഇവൻ കക്കൂസിലായിരുന്നെങ്കിൽ പിന്നെ അതിനകത്ത് ആരാ? അതിനകത്ത് ആര്? അവള് തന്നെ. അല്ല, അതിനകത്ത് അവളെ കൂടാതെ വേറെ ആരാണ്ടുണ്ട്. അവൾ ആരോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവൾ ആരോട് സംസാരിക്കാൻ? വെറുതെ എന്റെ പെണ്ണിനെ പറ്റി വേണ്ടാതിനം പറഞ്ഞാലുണ്ടല്ലോ. വേണ്ടാതിനോണോ വേണ്ടാത്തതിനോണോ ചെന്ന് വാതിലോട് നോക്കണം. മീരേ, മീരേ, വാതിലൊന്ന് തുറന്നേ. ആരാകത്ത്? ആരുമില്ല. എന്നാ പോവാ. നിക്കേ, പിന്നെ നീ ആരോട് സംസാരിച്ചത്? ഞാൻ ആരോട് സംസാരിച്ചില്ല. ഞാൻ കേട്ടാണല്ലോ നീ സംസാരിക്കുന്നത്. അതോ, ദേ ഞാൻ നാടകം പഠിക്കായിരുന്നു. മത്താച്ചേട്ടനല്ലേ പറഞ്ഞ നേരം വെളുക്കുമ്പോഴേക്കും നാടകം കാണാപ്പാടായിരിക്കണോന്ന്. ഇനി മാറാനും മതിയാക്കാനും ഒന്നും പറ്റില്ല. ഇവൻ എന്റെ മുറപ്പെണ്ണിന്റെ ചരിത്രത്തെയാണ് സംശയിച്ചിരിക്കുന്നത്. ഇവനെ ഇവിടെ വെച്ചോണ്ടിരിക്കരുത്. ഇപ്പൊ തന്നെ ഷെയർ കൊടുത്ത് പറഞ്ഞു വിട്ടേ. ഷെയർ കൊടുത്ത് പറഞ്ഞേക്കണോ ഷെയർ കൊടുക്കാണ്ട് പറഞ്ഞേക്കണോ എന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ബാലകൃഷ്ണ പോയെ ചെന്നോട് മാപ്പി വയ്ക്കും. മാപ്പും കോപ്പും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇവന് തക്കതായ ശിക്ഷ കൊടുക്കണം, അല്ലാണ്ട് ഞാൻ സമ്മതിക്കില്ല. ശിക്ഷ? എന്ത് ശിക്ഷ? പണ്ടൊരു നടിയുടെ പ്രശ്നത്തിന് എന്റെ കൈ അറിയാണ്ടെന്ന് തൊട്ടെന്ന് പറഞ്ഞ് ഒരാഴ്ച എന്നെ കൊണ്ട് അടുക്കളപ്പണി ചെയ്യിപ്പിച്ചില്ലേ? അതുപോലെ ഇവരെ ചെയ്യിപ്പിക്കണം. അത് നീ അറിയാണ്ട് ഓട്ടോന്നല്ലോ, മലപ്പുറം ചെയ്തല്ലേ? അതേപോലാണോ ഇത്? നീ മിണ്ടരുത്. നിനക്ക് വോയിസ് ഇല്ല. വോയിസ് ഇല്ല. മത്തായി ചേട്ടാ, ശിക്ഷ നടപ്പാക്കുന്നോ ഇല്ലയോ? ഇല്ലെങ്കിൽ നാളത്തെ ഫസ്റ്റ് ബസ്സിന് ഞാനും അവളും സ്ഥലം വിടും. ഓ, ഇത് വലിയൊരു ശല്യമായില്ലോ. ബാലകൃഷ്ണ, നാളെ മുതൽ ഇവിടുത്തെ പാചകം നീ ഒറ്റയ്ക്ക് ചെയ്യണം. ഒരാഴ്ചത്തേക്ക്. ഒരാഴ്ച പോരെ? തൽക്കാലം മതി. ബാക്കി പിറകെ ഒരു മാസം പറയേണ്ടതായിരുന്നു. ഉറക്കൊളിച്ച് പെണ്ണുങ്ങൾ നോക്കാൻ നടക്കല്ലേ? ആഹാ, ആള് ഇവിടെ വന്ന് നിൽക്കുക. നിന്നെ കാണാനും പരിചയപ്പെടാനും ഒക്കെ ആയിട്ട് നമ്മുടെ ക്യാമ്പിലുള്ളവർ ഇപ്പൊ ഇവിടെ എത്തും. അതിനു മുമ്പ് ഇവിടുത്തെ ഏതാണ്ട് ഒരു സിറ്റുവേഷൻ ഒക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ഞാനാണ് ഇവിടുത്തെ മെയിൻ മാന്നാർ മത്തായി. ഇതിന് നല്ലോണം ആഴമുണ്ടോ? ആഴോ? ആഴം ഞാൻ ചാടി നോക്കിയിട്ടില്ല. ചാടി നോക്കിട്ട് അറിയിക്കാം. എന്നാല് ഞാനൊന്ന് ചാടി നോക്കിയാലോ? എന്ത്? ഇതേ ചാടി ഇതിന്റെ ആഴം വരെ ഒന്ന് ചെന്ന് നോക്കിയാലോ ഒന്ന്? എന്തിന്? വെള്ളത്തിൽ ഭാരങ്ങൾ ഇല്ലാണ്ടാവുന്നല്ലേ പറയാറ്? നമുക്കൊക്കെ എന്തോരം ഭാരങ്ങളാ. ഈ ഭാരങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ അങ്ങ് ആഴം വരെ ചെല്ലണം. എന്നിട്ട് ഒരു ഭാരം ഇല്ലാണ്ട് വെറും പൊങ്ങ് തടി പോലെ കിടന്ന് വെള്ളത്തിന്റെ താളത്തിൽ അങ്ങനെ ഒഴുകി നടക്കണം. എന്തൊരു രസമായിരിക്കും അത്. എന്ത് രസം? സത്യം പറ. ഞാൻ ആരോടും പറയില്ല. നിനക്ക് വല്ല ഭ്രാന്തുണ്ടാ? സത്യം പറയുമ്പോ മറ്റുള്ളവർക്ക് ഭ്രാന്തായിട്ടേ തോന്നും. മതി സത്യം പറഞ്ഞത്. പോയേ. ഇതുപോലുള്ള സത്യം മേലിലൂടെ മിണ്ടി പോകരുത്. പോയേ, കയറി പോയേ. ഓ, എന്താ പെണ്ണ് പറഞ്ഞിട്ട് പോയത്? കേട്ടിട്ട് കൊതിയായിട്ട് പാടില്ല. കെന്റിച്ച് അടിച്ചാവാൻ. റെഡി? 1 2 3 4.
ഗോപാലകൃഷ്ണ, എന്താ മീര? എന്താ ഇങ്ങനെയൊക്കെ? ആരെങ്കിലും സപ്ലൈ ചെയ്താ പോരെ, ഞാൻ എടുത്തോണ്ട് വരാം. ഓക്കെ. കൊണ്ടുപോയി എല്ലാത്തിന്റെ അണ്ണാക്കിൽ ഒഴിക്കും. ചായ ഒഴിച്ചു വെച്ചേക്കുന്ന എടുത്തോണ്ട് പോവാൻ. നീ എന്തുവാ നോക്കുന്നത്? ഈ തീയാളുന്നത് നോക്കി നിൽക്കാൻ എന്ത് രസമാണല്ലേ. ആണാ? എങ്കിൽ നോക്കി വെക്കണ്ട, എടുത്തങ്ങ് വിഴിയിക്കോ. എനിക്കതിലും ഇഷ്ടം ഈ തീ എന്നെ വിഴുങ്ങുന്നതാ. എന്താ? എല്ലാ വേദനകളും ചാമ്പലാക്കുന്ന ഈ തീയിൽ ലയിച്ച് അതിന്റെ നാളമായി ആവിയായി അങ്ങ് ദൂരെ ആകാശത്തോളം ചെല്ലണം. എന്നിട്ട് ഈ ഭൂമിക്ക് മീതെ വെളുത്ത പഞ്ഞിക്കെട്ട് പോലുള്ള മേഘങ്ങളായി അങ്ങനെ ഒഴുകി നടക്കണം. എല്ലാവരും ചായ കുടിച്ചു കഴിഞ്ഞില്ലേ? വന്നേ, നമുക്ക് നോക്കാം. റെഡി? മീരയ്ക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ഏയ്, ഒണ്ടേ പറയണ കേട്ടോ. 1 2 3 4. കളഞ്ഞില്ലേ കഞ്ഞിങ്കലം? അണ്ണാ ദേ ഇവിടെ അണ്ണാ, ഇങ്ങോട്ട് നോക്കണ്ട. ഇതേതാ ഈ കൊരങ്ങച്ചൻ? നീ എന്തിനാണ് അവിടെ കയറി ഇരിക്കുന്നത്? ഇങ്ങോട്ട് ഇറങ്ങ്. ഇറങ്ങാൻ പറ്റൂല അണ്ണാ. ഇറങ്ങാൻ പറ്റൂലെന്നാ? ഇങ്ങോട്ട് ഇറങ്ങണം. ഡാൻസ് ഒന്ന് റിഹേഴ്സൽ ചെയ്യാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ ഓരോരോ പാര. അത് ചൊടിക്കണ അവന്റെ കാല്. അയ്യോ, എന്റെ അമ്മോ! എന്റെ ദൈവമേ, ഈ പിച്ചക്കാരെല്ലാവരും കൂടി എവിടേക്ക് പോണേ? പിച്ചക്കാരന്റെ അപ്പൻ പോകാണ്ട് നടക്കണ. ആശാനെ, ഒരാളിപ്പോ ഇങ്ങോട്ട് ഓടിയോ? ഓടി ഓടി. ഗർവാസി സാശാന്റെ കാല് തല്ലി ഓടിച്ചവനല്ലേ? അതെ, നേരെ ഓടിയിട്ടുണ്ട്. ഇത്രയും പെട്ടെന്ന് പത്രത്തിൽ വന്നു. എന്നാന്ന് വായിച്ചേ, എങ്ങാട്ടാ ഓടിയെന്നറിയാല. എന്താണ് അവിടെ? ആശാനെ, ആശാന്റെ കാല് തല്ലി ഓടിച്ചത് പത്രത്തിൽ കിടക്കണം. എന്റെ അമ്മേ, ഞാൻ ഈ പത്രക്കാരെ കൊണ്ട് തോറ്റു. ഞാൻ എന്ത് ചെയ്യാണെന്ന് നോക്കി നടക്കുക അവന്മാര് പത്രത്തിലിടാൻ. ആ പത്രത്തിന്റെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. ഓടാ, പെട്ടെന്ന് പോയി അവനെ പിടിക്കേ. എന്താ പത്രം ഒന്ന് വായിച്ചിട്ട് തന്നെ കാര്യം. എടാ, ഒന്ന് വായിക്കടാ, ഞാൻ കണ്ണാടി എടുത്തില്ല. ആദായ നികുതി ഇളവ്, രാഷ്ട്രീയ രംഗത്ത് വടമതി, ഇതെവിടെ കിടക്കുന്നു? എന്താണോ ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. എന്താ പെട്ടെന്ന് വായിക്കേ. ആശാന്റെ കാൽ തല്ലി ഓടിച്ചു. ഫോട്ടോയും ഉണ്ടല്ലോ. അയ്യോ, ഇത് ഇവന്മാരെ എപ്പ എടുത്തു? കാല് തല്ലി ഓടിച്ച ഗോപാലകൃഷ്ണനോട് വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു. അയ്യോ, ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയാൻ നീ ആരാടാ, പന്നി? അയ്യോ, നമസ്കാരം. എന്തോ ഓടിവാടാ, കിട്ടി ഓടിവാടാ. എന്തോ എല്ലാരും ഓടിവാ, ഓടിവാ. ഞാൻ പിടികള്, എന്റെ കാല് വിടല്ലാശാനെ പിടിച്ചോ. എന്തോ പിടികളാ ഇവര്. എന്റെ കാല് തട്ടി മുട്ടിയടാ. തുടരുത്, വേണ്ട, ആരും വേണ്ട. ആ കാലുകൾ എന്റേതാണ്. നിന്ന് കഥാപ്രസംഗം നടത്താതെ തന്റെ കാല് തല്ലി ഒടുക്കണ. അയ്യോ, എന്നെ കൊല്ലാൻ പോണേ. ആരെങ്കിലും ഓടി വരണേ. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്നെ കൊല്ലാൻ പോണേ. അടിക്കടാ. അയ്യോ, ആശാനെ, എന്റെ കാല്.
ഉന്നം തെറ്റിപ്പോയി ആശാനെ. ഒന്ന് പിടിയടാ. അവനല്ലടാ ആശാനെ പിടിയടാ. ഓ എന്റെ രണ്ടുകാലം തല്ലി ഒടിച്ച് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോടാ. അവജീവിത താരകളെ വരുതേനഴുമരുവികളെ ഒഴുകി വരും നന്മകൾ തൻ ഒരു സുന്ദര ഗാനവുമായി നിറപറയും ദീപവുമായി എതിരേൽക്കാം ഞങ്ങൾ താളമേളമോടെ നിന്നെ. മത്തായി ചേട്ടോ, ഒരു കോള് വരുന്നുണ്ട്. ഓളാ? ആ, ഏതോ ബുക്കിംഗുകാർ കാറി വന്ന് ചാടിയിട്ടുണ്ട്. ഇവനെ കാറി കയറ്റിയത്? ഇറങ്ങി വന്നാട്ടെ. എന്റെ അമ്മേ, എന്റെ അമ്മ. പാപികൾക്കു വേണ്ടി മുൾക്കിരീടവും ചുമന്നവൻ. മത്തായി ചേട്ടാ, ആ പിശാച് എന്റെ അമ്മയെ കൊണ്ട് വരുന്നു. എതിരേൽക്കാം ഞങ്ങൾ. നിർത്തുന്നുണ്ടോ? ഇവിടെ വെച്ച് എന്റെ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം മത്തായി ചേട്ടനായിരിക്കും. ഇവിടെ വെച്ച് നിന്റെ അമ്മയ്ക്ക് എന്ത് സംഭവിക്കാൻ? ഞാൻ പറഞ്ഞില്ലേ, എന്റെ മുറപ്പെണ്ണിനെ ഞാൻ തട്ടിക്കൊണ്ട് വന്നതാണെന്ന്. എന്തിനു വേണ്ടിയാ? മത്തായി ചേട്ടന്റെ ഈ നാടക സംഘം പൊളിയാതിരിക്കാൻ വേണ്ടി. അതിന് മാത്രം ഇവിടെ എന്താണ്ടായത്? അതൊക്കെ ആ തെണ്ടി എന്റെ അമ്മയോട് പറഞ്ഞു കൊടുത്ത് അവളെ എങ്ങാനും കാണിച്ചു കൊടുത്താൽ എന്റെ അമ്മ ഹൃദയം പൊട്ടി മരിക്കും. അയ്യോ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അവരും കാണില്ല, ഈ നാടക സംഘം കാണില്ല, മത്തായി ചേട്ടൻ കാണില്ല. മീരെ, നിന്നെ സഹായിക്കാൻ നടന്നതിന് ഇപ്പൊ ഞാൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത്. ആ ദുഷ്ടം പോയി ഹൃദ്രോഗിയായ എന്റെ അമ്മയെ വിളിച്ചോണ്ട് വന്നിരിക്കുക. നീ എന്റെ ആരുമല്ലെന്ന് തെളിയിക്കാൻ. നീ എന്റെ മുറപ്പെണ്ണാണ്, അമ്മാവന്റെ മകളാണെന്നൊക്കെ ഞാൻ നാഴികയ്ക്ക് 40 വട്ടം വെച്ച് കാച്ചുന്നത് നിനക്ക് വേണ്ടിയാ. നിന്നെ ഒരാളും നോക്കാണ്ടും ദേഹത്ത് കൈവയ്ക്കാതിരിക്കാനും വേണ്ടിയാ. ഇപ്പൊ ആ നുണകളൊക്കെ എന്റെ അമ്മ അറിഞ്ഞാലുണ്ടല്ലോ, ആ നിമിഷം എന്റെ അമ്മ ചങ്ക് പൊട്ടി മരിക്കും. അങ്ങനെ ഒരു അപകടം ഇവിടെ സംഭവിക്കാതിരിക്കണമെങ്കിൽ നീ വിചാരിക്കണം. ഇനി നീ വിചാരിച്ചാൽ മാത്രമേ എനിക്കും എന്റെ അമ്മയ്ക്കും ഒരു ജീവിതമുള്ളൂ.